സാറ് നമ്മളെ മക്കളെയൊക്കെ പിടിക്കൂലേ, ഇങ്ങനെ പിടിക്കൂലേ, സാറിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട്. നാട്ടിലൊരു മധുവേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആള് ഇതേപോലെ ഒരു 90കളിൽ കോൺസ്റ്റബിൾ തന്നെ തപ്പിയത്. അന്ന് SIക്ക് പക്ഷെ ബ്ലസി സാർ അറിയാം. ബ്ലസി സാർ ഇനി അടുത്തെടുക്കും. കാരണം ആ ഒരു കത്തിൽ എഴുതി വെച്ച സംഭവം ആ സമയത്തൊക്കെ എന്താ നമ്മളൊരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെപ്പോൾ ഒരു തുടക്കക്കാരന് ഇത്രയും അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് ആ സമയത്ത് ഞാൻ മുഹൂർത്തത്തിൽ അവിടുത്തെ കഷ്ടപ്പാട് അയ്യോ ഇത് വേണമായിരുന്നു എന്ന് തോന്നിയോ? സിനിമ ഒരു നമ്മുടെ ഈ മലയാളത്തിൽ അല്ലെ കേരളത്തിൽ തന്നെ കുറേ അനേകം ഇപ്പോൾ നമ്മൾ അതായത് നമ്മൾ ഇനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും കണ്ടവർ, പുസ്തകത്തിൽ വായിച്ചവർ എന്തായാലും ഈ കഥാപാത്രം പോലാക്കി ഒത്തിരി സന്തോഷം. സ്നേഹത്തോടെ വാത്സല്യത്തോടെ. താങ്ക് യു. നമസ്കാരം. ഞാൻ ഇന്നലെ സിനിമ കണ്ടു, ഇന്നലെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബിഗ് സല്യൂട്ട് കൊടുത്ത ഒരാളുണ്ടായിരുന്നു. പൃഥ്വിരാജിനോടൊപ്പം തന്നെ അതേ രീതിക്ക് അഭിനയിച്ച് ചോദിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹക്കീം, ഗോകുൽ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന, ഞാൻ ഹക്കീമെന്ന് വിളിക്കുള്ളൂ, ആ ഹക്കീമാണ് എന്നോടൊപ്പം. ഹക്കീം, ഹലോ. ഭയങ്കര ഇഷ്ടമാണ്. നമസ്കാരം. ഒരു രക്ഷയില്ലല്ലോ. താങ്ക് യു. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ കണ്ണ് നിറയുകയാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. സത്യം പറയാം, എൻ്റെ ഉള്ളിൽ നിന്ന് പറയാനാണോ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എന്തായാലും താങ്ക് യു ഫ്രം മൈ ഹാർട്ട്. ഞാൻ ഇന്നലെ റിവ്യൂ പറഞ്ഞപ്പോൾ അതാ പറഞ്ഞത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ക്രീനിലാണ് കാണുന്നത് നിങ്ങളെ, അല്ലേ? ആ ഒത്തിരി ബുദ്ധിമുട്ടിയായി ഇന്നലെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഇന്നലെ അത് കഴിഞ്ഞിട്ട് ഹക്കീമിൻ്റെ ഗൂഗിളിലെ കുറേ ഇൻ്റർവ്യൂസൊക്കെ ഇന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. അതിലൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആ ഉള്ളിൻ്റെ ഒരു വേദന ഞാൻ കണ്ടില്ല. ഒത്തിരി ബുദ്ധിമുട്ടില്ലേ? കുറച്ചധികം ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ 6 വർഷത്തോളം, എന്താ പറയുക, 7 വർഷത്തോളം ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു ലേബറിന് കിട്ടിയൊരു ഒരു അംഗീകാരമാണ് ഇന്നലത്തെ ദിവസം സംഭവിച്ചത്. അതിലെന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയാലും ഈ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയാലും. എനിക്ക് തോന്നുന്നു അത്രയും പൃഥ്വി എപ്പോഴും പറഞ്ഞു, അന്ന് ഓഡിയോ ലോഞ്ചിൽ വിളിച്ചു, ഹക്കീമുൻ ഞാൻ മാത്രമല്ല ഗോകുലം എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ഒരു വിളിയുണ്ടല്ലോ, നമ്മൾ ജീവിതത്തിൽ മറക്കില്ല. ആ സ്നേഹവാത്സല്യത്തെ ഗോകുലം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചാ പറയുന്നല്ലേ. അപ്പോഴാണ് ഗോകുലിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അത്രയും സിനിമ കഴിയണവരെ ഗോകുലിനെ പുറത്തേക്ക് കൊണ്ടുവരാനും പറ്റില്ലല്ലോ, പൊതിഞ്ഞു വെച്ചേക്കുവാണല്ലോ ബ്ലസി സാറിനെ. അതെ, പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഉണ്ട് ഇപ്പോഴത്തെ ഇന്നലെ തൊട്ട് ഇന്ന് ഈ സമയം വരെയുള്ള ആ ഒരു ജീവിതം എന്ന് പറയും? ഇന്നലെ ആ വനിതയിൽ സിനിമ കഴിഞ്ഞ് വന്ന ആ സമയം മുതൽ ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള കുറേ റെസ്പോൺസുകളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. ഇപ്പോൾ കുറച്ച് മുന്നേ എനിക്ക് തോന്നുന്നത് കുറച്ച് മുന്നേ വരെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് കോളുകളും ടെക്സ്റ്റുകളും. ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും എല്ലാം എൻ്റെ വേണ്ടപ്പെട്ടവരും എന്നെ അറിയാത്തവരും കുറേ പേര് വിളിക്കുന്നുണ്ട്, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. എന്താ പറയുക, കുറേ കാലമായിട്ട് എന്താ പറയുക, ആഗ്രഹിച്ച ഒരു കാര്യം കൈപ്പിടിയിൽ കിട്ടി എന്നുള്ളൊരു സന്തോഷമുണ്ട്. എന്താ പറയുക, ആഗ്രഹിച്ച ഒരു സംഭവം കിട്ടി എന്നുള്ള, ഇനിയിപ്പോൾ അത് മുറുക്കെ പിടിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചെയ്യാനുള്ളത്. പക്ഷെ അത് മുറുക്കെ പിടിക്കേണ്ട ബാധ്യത നമ്മുടെയാണ്, അല്ലേ? മുറുക്കെ പിടിച്ചാലുള്ള നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ള സിനിമാ മേഖലയിൽ നിന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളുമാണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ അതായത് നമ്മൾ ഇനി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളും അത്രയും ഈ കഥാപാത്രം ചെയ്ത പോലെ തന്നെ അത്രയും എഫേർട്ട് ഇട്ടിട്ടും എല്ലാ സിനിമയും എൻ്റെ ആദ്യ സിനിമ പോലെ തന്നെ ചെയ്യണമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത്രയും എഫേർട്ടും കാര്യങ്ങളും. നമ്മുടെ കുറേ ഒരു ആക്ടർ ഉണ്ടല്ലോ, നമ്മുടെ എക്സ്മാൻ ഫസ്റ്റ് ക്ലാസ്സിൽ അഭിനയിച്ച ഒരു ആക്ടർ ഉണ്ട്. അവരുടെ പേര് പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ആള് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ സിനിമ ചെയ്യുമ്പോഴും ഇപ്പോൾ അതിന് ഏത് വലിയ സിനിമയാവട്ടെ ചെറിയ സിനിമയാവട്ടെ ബഡ്ജറ്റ് വലുതാവട്ടെ ചെറുതാവട്ടെ, അദ്ദേഹം പറഞ്ഞ എല്ലാ സിനിമയ്ക്കും ഞാനിടുന്ന എഫേർട്ട് അത്
എല്ലാ സിനിമയ്ക്കും ഒരേപോലെയാണ്. എല്ലാ സിനിമയ്ക്കും ഞാൻ ചെയ്യുന്ന ഹോംവർക്കുകൾ, റിസർച്ചുകൾ എല്ലാം സിനിമയ്ക്കും ഒരേപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒക്കെ ഇനി വരുന്ന കാലങ്ങളിലും എല്ലാ കഥാപാത്രങ്ങളും എല്ലാം അതുപോലെ തന്നെ ചെയ്യാനാണ്. ഇപ്പം ക്യാവസ് മേക്ക് ദ മ്യൂസ് എന്നുള്ളൊരു സേയിങ് ഇല്ലേ, അതായത് ക്യാവസ്, അതായത് അൺസർട്ടേണിറ്റി ഇല്ലെ, ചലഞ്ചസ്, എല്ലാ കാര്യങ്ങളാണല്ലോ നമ്മുടെ ക്രിയേറ്റീവ് എൻഡേവേഴ്സിനൊക്കെ, ക്രിയേറ്റീവ് ജേണിക്കൊക്കെ നമുക്ക് എന്താ പറയുക, ഇൻസ്പിറേഷൻ ആവുക ഒരു ക്യാവസ് എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അങ്ങനെ ഇനിയും ക്യാവസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ, ഇനിയും ചലഞ്ചസ് ഉള്ള കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ രണ്ട് കണ്ടുമുട്ടിയപ്പോഴാണ് എൻ്റെ ഫീൽ തുടങ്ങിയത്. ആ 3 വർഷത്തിൽ ഇപ്പുറം ഒന്നായിരുന്നു എൻ്റെ ഫീൽ. അത്ര നേരം എനിക്കൊരു പ്രശ്നമില്ലാതെ എനിക്ക് അടി ഒലച്ചൊരു, അത് എടുക്കുന്ന സമയത്തും നമുക്കും ഉണ്ടായിരുന്ന ഒരു തരത്തിലൊരു വികാരം. എടുക്കുന്ന ആ ഒരു സീൻ എടുക്കുന്ന സമയത്ത് നമ്മൾ തമ്മിലും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വികാരം. നമ്മളും ശരിക്കും അവിടുന്ന് കരഞ്ഞ്, ഒരു ഗ്ലിസറിന്ന് വിടാത്ത ഞങ്ങളെ ഉള്ളിന്ന് പൊട്ടി വന്നൊരു കരച്ചിൽ തന്നെയാണ് അത്. എനിക്കിപ്പോ ഉണ്ടായത്. അതെ, ഞാൻ അതാണ് എനിക്ക് അവിടം തൊട്ടാണ്, നിങ്ങൾ ഇപ്പം ഗൂഗിൾ പറഞ്ഞില്ല, ആ അവിടം തൊട്ടാണ് എനിക്ക് തിയേറ്ററിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നത്. അത് പിന്നീട് അങ്ങ് പോകുന്ന യാത്രയിലൊക്കെ അതല്ല എൻ്റെ മനസ്സിൽ. അത് എനിക്ക് ഇന്നലെ സിനിമ കണ്ടുപോയിട്ട് കുറെ കഴിഞ്ഞ് ഞാൻ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിവ്യൂ വീണ്ടും പോയി വീട്ടിൽ ഇരുന്ന് കേട്ട് ഞാൻ നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഫീൽ. അപ്പോൾ വൈഫ് എന്നോട് ചോദിച്ചത് എന്താ അവർ ഇങ്ങനെയാണ് ആ സിനിമ. ഇന്ന് ഇവിടെ വന്ന് ആദ്യം കാണുമ്പോൾ ഒന്നും എനിക്കുണ്ടായില്ല, പക്ഷെ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതാണ് സത്യം. വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? വീട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രൗഡാണ്. അവരൊക്കെ വിളിച്ചിട്ട്, ഞങ്ങൾക്ക് സിനിമ കഴിഞ്ഞ ഉടനെ അമ്മേനെ അങ്ങോട്ട് വിളിച്ച്, അവരിങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്താ, പ്രൗഡ് ടു ബി യുവർ ഫാദർ, പ്രൗഡ് ടു ബി യുവർ മദർ, പ്രൗഡ് ടു ബി യുവർ ബ്രദർ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു വലിയൊരു അംഗീകാരം. അത് അവരൊക്കെ അവർക്കൊക്കെ ഞാൻ കൊടുത്തത് അഭിമാനം. എന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാനുള്ള കുറച്ച് നിമിഷങ്ങൾ ഞാൻ കൊടുത്തതിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. ഫ്രണ്ട്സൊക്കെ എന്ത് പറയും? ഫ്രണ്ട്സൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു വനിതയിൽ. ഒത്തിരി പേരുണ്ടായിരുന്നു സിനിമ കാണാൻ വേണ്ടിയിട്ട്. നാട്ടിൽ നിന്ന് വന്നതാണ്, ട്രെയിനൊക്കെ കയറി നാട്ടിൽ നിന്ന് സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ്. അവർ എൻ്റെ ഗ്രോത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട്, നമ്മളെ ഇപ്പോൾ ഓരോ സോഷ്യൽ മീഡിയയിലേക്കുള്ള ഗ്രോത്തുകളും അതൊക്കെ അവരിങ്ങനെ നോക്കി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ട്, അവരൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കണ്ടിട്ട് ഇതാപ്പൊന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അവർ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എൻ്റെ ഗ്രോത്ത് കണ്ടിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് ആരാണ്? സിനിമയിലേക്ക് വിളിക്കുന്നത്, ഒരു ഓഡീഷന് വേണ്ടി വിളിക്കുന്നത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്, അനൂപ് എന്ന് പറഞ്ഞ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. ആളാണ് ഇതുപോലെ ശാന്തേട്ടനുണ്ട്, നാടകക്കാരൻ, നമ്മുടെ കോഴിക്കോടുള്ള ശാന്തേട്ടനെയാണ് വിളിക്കുന്നത്, ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിളിച്ചപ്പോൾ ഫോട്ടോ അയച്ചു കൊടുത്ത് ഓഡീഷന് പോയി, അങ്ങനെ കിട്ടി. ഇതിനു മുമ്പ് സിനിമയിൽ വന്നു പോയിട്ടുണ്ട്. അതെ, ഇങ്ങനെ ഒരു വേഷങ്ങൾ ഇങ്ങനെ വന്നു പോയുള്ളൂ. സിനിമ ഒരു സ്വപ്നമായിരുന്നോ? സിനിമ ഒരു നമ്മുടെ ഈ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കുറേ അനേകം ചെറുപ്പക്കാരുണ്ട് സിനിമ സ്വപ്നം കണ്ട്. അതുപോലെ തന്നെ ഒരു സിനി ഫൈലാണ് ഞാൻ. ചെറുപ്പം മുതലേ കുറേയധികം സിനിമകൾ കാണും. എൻ്റെ വീട്ടിൽ തന്നെ എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയ വീട്ടുകാരാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ എൻ്റെ മുത്തശ്ശനൊക്കെ പണ്ട് സത്യൻ മാഷയൊക്കെ ആരാധകനാണ്, എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ. അപ്പോൾ അമ്മേനെ ചെറുപ്പത്തിലെ സിനിമയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ അമ്മയുടെ മകനാണല്ലോ ഞാനത്. അച്ഛനായാലും പണ്ടേ സിനിമകളൊക്കെ കാണുന്ന ആളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇപ്പോൾ അവർ തന്ന കുറേ ചെറുപ്പം മുതലേ സിനിമകൾ കാണുകയും, പിന്നെ നമ്മളെ മലയാളികളെ ഇടയിൽ ഒരു സിനിമാ ഡയലോഗ് പോലും പറയാത്ത ഒരു ദിവസം ഒരാളുണ്ടാവും. അതെ, നമ്മൾ മലയാളികൾക്ക് അറിയാലോ, എന്തെങ്കിലും ഒരു സിനിമാ ഡയലോഗ് ഒരു ദിവസം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല എന്നുള്ളൊരു, അങ്ങനെയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സിനിമ സ്വപ്നം കണ്ട് അഭിനയം ഉള്ള ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ആളായിരുന്നു ഞാൻ. കഥ കേട്ട് ഇഷ്ടപ്പെട്ടു അഭിനയിക്കാൻ പോയി നമ്മുടെ സ്വപ്നമാണ്. ഏതെങ്കിലും മുഹൂർത്തത്തിൽ അവിടുത്തെ കഷ്ടപ്പാട് അയ്യോ ഇത് വേണമായിരുന്നോ എന്ന് തോന്നിയോ? ഇല്ലില്ല, ഇത് നമുക്കൊരു അവസരം കിട്ടി. അത് നമ്മളെ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ളൊരു അവസരം, ഒരു വലിയൊരു അവസരം, അതും വലിയൊരു അവസരം. അത് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ്, ഇത്രയും വലിയൊരു വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റിലേക്ക് എന്നെപ്പോലുള്ളൊരു തുടക്കക്കാരന്, ഇത്രയും അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് ആ സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ. സ്വാഭാവികമായിട്ട് ചിന്തിച്ചോ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാളിച്ചായിരിക്കും. അതെ, കാരണം എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എനിക്ക് കിട്ടിയൊരു അവസരമല്ലേ, അത് ഞാൻ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ള മെൻറ്റാലിറ്റി ആ സമയത്ത് ഉണ്ടായുള്ളൂ. അതിനുവേണ്ടി എന്താ പറയുക, എൻ്റെ കയ്യിലുള്ള എല്ലാം കൊടുക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു മുടിയൊക്കെ ഒറിജിനലായിട്ട് വളർത്തും, നമ്മൾ ശരീരം
മൊത്തം പോയി, ഈ ശരീരത്തിൽ ഒന്നും പോകാനില്ലായിരുന്നു അല്ലെ? നമ്മൾ അന്നും ഇങ്ങനെ തന്നെയായിരുന്നു, നമ്മളൊരു വണ്ണമൊന്നും ഇതാണ് നമ്മളെ ബോഡി. വീണ്ടും ക്ഷീണിക്കുന്നു, മുടി വളർത്തുന്നു. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ, മുടിയൊക്കെ വളർത്തിയ ഫോട്ടോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ എന്താണ് തോന്നിയത്? മുടിയൊക്കെ വളർത്തിയ ഫോട്ടോ അല്ല, ഞാൻ ജീവിച്ച കാലഘട്ടങ്ങളിലാ ഞാൻ ജീവിച്ചതാണല്ലോ. നോക്കുമ്പോ നമ്മള് അല്ല സോറി കണ്ണാടിയുടെ മുമ്പിലേക്ക് നോക്കുമ്പോ അത് ആ സമയത്തൊക്കെ എന്താ നമ്മളൊരു ഒരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാന്നുള്ളൊരു ബോധം തന്നെ അത്. അല്ലാതെ എന്താ പറയുക, അങ്ങനെ ഇത് ഈ മുടിയും താടിയൊക്കെ നീട്ടി ഒരു കാണാൻ രസമില്ലല്ലോ അങ്ങനെയുള്ള രീതിയിലുള്ള തോന്നലൊന്നും അല്ലാതെ ഇപ്പോൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ബ്ലസ്സി സാറാണെങ്കിലും ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ മുമ്പിൽ എൻ്റെ മുന്നിലിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അവരൊരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡിൽ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ തോന്നിയിട്ടില്ലേ ശരിക്കും പറയുകയാണെങ്കിൽ? മുടിയൊക്കെ വളർത്തി നാട്ടിലൊന്നും പോലീസ് വല്ലതും പിടിച്ചോ? ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ? അത് ഒരു ഹെൽമെറ്റ് ഇടാത്തൊരു ഇതിൽ ഒരു ഒഫൻസ്. ഹെൽമെറ്റ് ഇടാത്ത വേറെ ടീമാന്ന് ഓർത്ത് ഇല്ല ഹെൽമെറ്റ് ഇടാതെ പിടിച്ചതുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, നീ കഞ്ചാവല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പാൻസ് ഒക്കെ തപ്പി നോക്കിയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് അവസ്ഥ എന്നുള്ള രീതിയിൽ പറഞ്ഞു. കോൺസ്റ്റബിൾ തന്നെ തപ്പിയത്. അന്ന് SIക്ക് പക്ഷെ ബ്ലസ്സി സാർ അറിയാം, ബ്ലസ്സി സാർ ഇനി അടുത്തെടുക്കുന്ന ആടുജീവിതമാണെന്നൊക്കെ അറിയാം. ബ്ലസ്സി സാർ ഈ SI ഒരു സിനിമാ പ്രേമിയായിരുന്നു. അപ്പോൾ ആൾക്ക് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണല്ലേ. എന്നിട്ട് ഞങ്ങൾ കുറേ സംസാരിച്ച്, ആള് പണ്ട് ബ്ലസ്സി സാർ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയ ഒരാളായിരുന്നു, ആ SI. അപ്പോൾ ആൾക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഒന്ന് അങ്ങനെ ഇതൊക്കെയാണല്ലോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, ഷൂട്ടിങ്ങിൻ്റെ ഇടയിലുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പെറ്റിയടിച്ചു വിട്ടു. പിന്നെ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ എന്തായാലും പിന്നെ തെറ്റിക്കരുതല്ലോ. അല്ലെ? അങ്ങനത്തെ അനുഭവങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ. ഒത്തിരി നാളുകൾ പോയി ഷൂട്ട് ചെയ്തു, ഷൂട്ടിംഗ് അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. എനിക്ക് നാട്ടിൽ നിന്ന് കയറുന്ന ട്രെയിനിൽ കയറുന്ന ഹക്കീമിനെല്ലാം അവിടെ പോകുമ്പോൾ കാണുന്നു. എനിക്ക് എയർപോർട്ടിലുള്ള കുറെ സീനുകൾ രസകരമായിട്ട് നമുക്ക് തോന്നി. എന്തെങ്കിലും നിനക്ക് അറിയാവുന്ന ഭാഷയിലേക്ക് ഒന്ന് പറയടാ ഹക്കീമെന്ന് രാജേട്ടൻ പറയുന്ന ഒരു സാധനം. അവിടെയൊക്കെ നല്ല കോമഡി കളിച്ചു പോകുന്നു. പിന്നീടാണ് ലൈഫ് മാറുന്നത്, അല്ലെ? ലൈഫ് മാറുന്നു. പിന്നെ കണ്ടുമുട്ടുമ്പോൾ പറയുന്ന മൂസാ നബിയുടെ ഒരു സംഭവം പറയും, ചരിത്രം പറയുന്നത്. അതൊക്കെയാണ് നമ്മളെ ഫീൽ ചെയ്യുന്നത്. ഞാനൊരു മുസ്ലിമും കൂടെയാണ്, എനിക്ക് ചരിത്രങ്ങൾ അറിയാവുന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് അത് കൃത്യമായിട്ട് അതിൽ എഴുതി വെച്ചേക്കുവാണ്. അത് പറയുമ്പോൾ ഒരു ഫീല് ഭയങ്കരമല്ലേ? കാരണം ആ ഒരു കത്തിൽ എഴുതി വെച്ച സംഭവങ്ങൾ എന്ന് പറയുന്നത് ആ ഹക്കീമിൻ്റെ പ്രതീക്ഷയാണ്. ഹക്കീം ഒരു 3 വർഷത്തോളം ആ മരുഭൂമിയിൽ കിടന്നിട്ട് തൻ്റെ എല്ലാ ദിവസവും അവൻ ചിന്തിച്ചിട്ടുണ്ടാവും. അവൻ്റെ ഉമ്മാനെ പറ്റിയിട്ട്, അവൻ്റെ പെങ്ങളെ പറ്റിയിട്ട്, അവൻ്റെ ഉപ്പാനെ പറ്റിയിട്ട്, അവൻ്റെ കാമുകീനെ പറ്റിയിട്ട് ഒക്കെ അവൻ ചിന്തിച്ചിട്ടുണ്ട്, അവൻ്റെ സുഹൃത്തുക്കളെ പറ്റിയിട്ട്. അപ്പോൾ ഓരോ ദിവസവും അവൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയിലേക്ക് അവൻ ജീവിച്ചിട്ടുണ്ട്. എപ്പോഴൊരു ഹോപ്പ് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ചെറുപ്പക്കാരനായ, ഇനിയും സ്വപ്നങ്ങൾ കുറേയധികം ബാക്കിയുള്ളൊരു ചെറുപ്പക്കാരനാണ് ഹക്കീം. അപ്പോൾ അവൻ്റെ ഒരു ഇതിൽ ആ ഒരു ഇബ്രാഹിം ഖാദരി എന്നുള്ള ആൾ വന്നപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള കുറേ കാലങ്ങളായി ഉറങ്ങിക്കിടന്നൊരു സന്തോഷം ഉണരുകയാണ് ചെയ്തത്. അപ്പോൾ ആ സന്തോഷമാണ് ശരിക്കും ആ ഒരു കത്തിലൂടെ മൂസാ നബിയെ ഉപമിച്ചതും. ആള് നമ്മൾ രക്ഷിക്കാൻ വന്നൊരു പ്രവാചകനായിട്ടാണ്. അത് ആ ഡയലോഗ് പറയുമ്പോ ഉണ്ടല്ലോ, സന്തോഷം കൊണ്ടും എന്നാ ഉള്ളിൽ ദുഃഖം കൊണ്ടും പറയുന്ന പോലെയാണല്ലോ ആ ഫീൽ ചെയ്ത. അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് പിന്നീട് തോന്നിയ ആ വെള്ളം കാണുന്ന ആ ദിശ കാണുമ്പോൾ ഒരു ഓട്ടം ഉണ്ടല്ലോ, ഹക്കീമിന്റെ ഒരു ഓട്ടം ഉണ്ടല്ലോ, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയുള്ള ഓട്ടം. അതൊക്കെ ഒറിജിനലായി മാറുവാണ്. അവിടെയും വെള്ളം കുടിക്കാൻ വളരെ ചുരുക്കം കിട്ടുന്നുള്ളൂ. എന്നോട് ഇപ്പൊ പറഞ്ഞുള്ളവര് അത് ഒരു വല്ലാത്തൊരു ഫീൽ അല്ലായിരുന്നു. അപ്പൊ ആ കണ്ടുനിന്നവരൊക്കെ എന്താ പറഞ്ഞത്? ഷൂട്ടിംഗ് കണ്ടുനിന്നവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്താണ് പറഞ്ഞത്? ആ വെള്ളം കുടിക്കാൻ പോയ സീക്വൻസിന്റെ സമയത്ത് സുനിലേട്ടനുണ്ടല്ലോ, നമ്മുടെ DOP സുനിലേട്ടനൊക്കെ പറഞ്ഞു, അപ്പൊ അത് ഞാൻ ആ ഓടിപ്പോന്നൊരു കണ്ടിട്ട് ആ ഒരു ആക്രാന്തം, ആ വെള്ളം കിട്ടാത്തതിലുള്ളൊരു ആർത്തി ഉണ്ടല്ലോ, അത് വെള്ളം കിട്ടി ഒരു ദിവസത്തോളം വെള്ളം കുടിക്കാതെ നിന്നിട്ടാണ്, ഭക്ഷണം കഴിക്കാതെ നിന്നിട്ടാണ് അവൻ ആ വെള്ളം കണ്ട പോലെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്തപ്പോൾ ഇവർക്കൊക്കെ എന്താ പറയുക, എന്താ പറയുക, അവന് വെള്ളം കിട്ടാനുള്ള ഒരു ടെൻഡൻസി, ഒരു ദാഹം അവർക്കത് ഫീൽ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, അതാ എനിക്കത് തോന്നി. അത് അങ്ങനെ ചെയ്തത് സ്വന്തം ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. ഞാൻ ആ ചോദിച്ച കറക്റ്റായിട്ട് ഇവരെന്ത് പറഞ്ഞു ചോദിച്ചതാണ്. ഇവരാരും എന്നോട് പറഞ്ഞ കാര്യമല്ല പറഞ്ഞത്. എനിക്കതങ്ങനെ തോന്നി. ഇപ്പൊ ബ്ലസ്സി സാറാണെങ്കിലും ആ സമയത്ത് ആ ഒരു ഓട്ടമല്ലേ, ആ ഒരു ഓട്ടം എന്താണ്, നിനക്ക് സന്തോഷമുണ്ട്, എനിക്ക് തന്ന ഇൻപുട്ട് ഇങ്ങനെയാ, എനിക്ക് വെള്ളം കണ്ടതിന് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒട്ടകത്തിന് അയാളെ ഓടുകയാണ് എന്ന് പറഞ്ഞു. ഇത് അങ്ങനെ ഒരു രീതിയിലുള്ള ഇൻപുട്ട് വന്നു.
അത് പിന്നെ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ ഒരു സംഭവം ചെയ്തപ്പോൾ എന്തോ ഒരു രീതിയിൽ ശരിയായി പോയി. അതായത് എന്താ പറയുക, ആ ഒരു ഇമോഷനും ആ സമയത്ത് ഹക്കീം ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് നമ്മളെ മനസ്സിലിട്ട് ഒന്ന് കറക്കിയെടുക്കുമല്ലോ എന്തായാലും. അതുപോലെ ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ ശരിയായി പോയി. ആ സാഹചര്യവും അതുപോലത്തെ ഒരു സാഹചര്യമായിരുന്നല്ലോ. പൃഥ്വിരാജ് എന്താണ് പറഞ്ഞത്? ഇത് കണ്ടിട്ട് ഇന്നലെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഞങ്ങള് കണ്ടപ്പോഴേ കെട്ടിപ്പിടിച്ചിട്ട് എടാ സൂപ്പർ സ്റ്റാർ ആയല്ലോടാ, ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇനിയും ഉയരങ്ങളിലൊക്കെ എത്തും എന്നുള്ള എല്ലാ ആളെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അവനും ചെയ്തിട്ടുണ്ട്, ആൾ തന്ന സപ്പോർട്ടുണ്ട്. അപ്പോൾ എല്ലാ പാരിതോഷികങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും അവൻ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നാണ് രാജുവേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്നേഹം ചെറിയൊരു നോട്ടത്തിൽ കൂടിയും ചെറിയൊരു ആ ഹഗ്ഗിൽ കൂടിയും കിട്ടിയ സ്നേഹം വളരെ എന്താ പറയുക, പ്രൈസ്ലെസ് ആണ്. ബ്ലസ്സി സാറിൻ്റെ അടുത്ത് ഇന്നലെ പോയിട്ട് ഞാൻ പോയപ്പോൾ ആദ്യം പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്ത്. അപ്പം സാറ് നമ്മളെ മക്കളെയൊക്കെ ഇങ്ങനെ പിടിക്കൂലേ, സാറിങ്ങനെ പിടിച്ചിട്ട് കുറേ നേരം നോക്കി ചിരിച്ചു നിന്ന്. ഞാൻ അങ്ങോട്ട് ചിരിച്ചു നിന്ന്, ഒന്നും പറഞ്ഞില്ല. ഒന്നും ഒരു വേർഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ കുറേ കമ്മ്യൂണിക്കേഷൻ പക്ഷെ അപ്പം നടന്നിട്ടുണ്ട് ആ ഒരു നോട്ടത്തിൽ കൂടെ. അത് നമുക്കറിയാം, അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാമല്ലോ, നമുക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെ ഉണ്ടാകുമ്പോഴുള്ളൊരു ഫീലിങ് എന്താ പറയുക, പ്രൈസ്ലെസ് ആണ്. അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതൊക്കെ ഹക്കീമിന്റെ ഇപ്പം ആടുജീവിതത്തില് നജീബുണ്ട്, നജീബിനെ കണ്ടാണ് ഹക്കീം എന്ന കഥാപാത്രം ആരായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ഇതിലിപ്പം നജീബിന്റെ ജീവിതമാണല്ലോ ഇത്, നജീബിന്റെ ഫ്രണ്ടാണ് ഹക്കീം. അങ്ങനെ ഒരാളെ കണ്ടിരുന്നോ? അങ്ങനെ ഒരാള് ശരിക്കും അങ്ങനെ ഒരാളെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നജീബിക്ക മാത്രം നമ്മുടെ മുമ്പിൽ എന്താ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഉള്ളൂ. ഹക്കീമിന് എപ്പോഴും എവിടെയുള്ളതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ മുന്നിൽ നേരിട്ട് കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നജീബിക്ക ഒരു ഉദാഹരണമാണല്ലോ. പിന്നെ എൻ്റെ നാട്ടിലൊരു മധുവേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആള് ഇതേപോലെ ഒരു 90കളിൽ ഇതുപോലെ പുറത്തേക്ക് പോയ ഒരാളാണ്. അപ്പോൾ ആൾക്കും ഇതേപോലെ സമാനമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നാട്ടിലുള്ള. അപ്പോൾ ആള് അവിടെ എൻ്റെ അതേ ഒരു വയസ്സ്, ആ ഒരു ചെറുപ്പം, ഒരു 18-ാം വയസ്സിലെങ്ങാനാണ് അന്ന് ആള് പോയത് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ എന്നിട്ട് ആൾ ഇതുപോലെ സ്റ്റക്കായിപ്പോയി. ഇതുപോലെ ആടുജീവിതമല്ല, അവിടെ ഒട്ടകങ്ങളും പിന്നെ കുറേ ഫാമുകൾ, കുറേ ജീവികളുള്ള ഒരു ഫാമായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞ കുറേ കഥകളുണ്ട്. ആൾക്ക് പെപ്സിയും കുബൂസും ഒക്കെയാണ്. അങ്ങനെ പിന്നെ ആളെ ഇരുത്തിയിട്ട് അടിക്കുക, അങ്ങനെ ഭയങ്കര പീഡനങ്ങളൊക്കെ ആൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ ഒരു ഷൂട്ടിന് മുന്നേ അങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ, നാട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളെ പോയി കാണുകയും ആളോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, നമുക്കൊന്ന് മനസ്സിലൊരു പഠിക്കണമല്ലോ. അപ്പോൾ ആളോട് കഥകളൊക്കെ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ കഥകളിൽ ആള് പറഞ്ഞ ഇമോഷൻസ് ഇല്ലേ, ആളുടെ സ്വന്തം കഥ പറയുമ്പോൾ ആൾക്കുണ്ടായ ഒരു ഇമോഷൻ ഉണ്ട്, നമുക്ക് തരുന്നൊരു ഇമോഷൻ ഇല്ലേ, നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ഇമോഷൻ ഇല്ലേ, ആ ഒരു ഇമോഷനാണ് ഞാൻ ഹക്കീമിന് ആ ഇമോഷൻ എന്താണോ അതാണ് ഞാൻ കൊടുക്കാൻ ഞാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. എനിക്ക് തോന്നിയ ഇമോഷൻ എന്താണോ ആ ഇമോഷനാണ് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഞാൻ അത് എന്താ പറയാ, വിജയിച്ചു പ്രതീക്ഷിക്കല്ലേ, വിജയിച്ചു 100-ന് അപ്പുറത്തേക്ക് മാർക്ക്. എത്ര മാർക്ക് ഒരാൾക്ക് തരാമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് തരും ഹക്കീം എന്ന കഥാപാത്രത്തിന്, ഗോകുൽ എന്ന ഞങ്ങളുടെ കേരളത്തിന്റെ അഭിമാനപുത്രന്. എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അതൊക്കെ പറയുമ്പോൾ ഫീലാവും. ഒത്തിരി സന്തോഷം. ഇനി ഒത്തിരി വിവരങ്ങളിലേക്ക് പോകണം, നല്ല നല്ല സിനിമകൾ ചെയ്യണം. അന്നും ഇന്നും ഇതേപോലെ എളിമയോടുകൂടി മലയാളി പ്രേക്ഷകർ മുമ്പിൽ കാണണം. കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. ജീവിതത്തിൽ ഒരാളുടെ മനസ്സിൽ നിന്നും ഹക്കീം എന്ന കഥാപാത്രം പോകില്ല. സിനിമ കണ്ടവർ, പുസ്തകത്തിൽ വായിച്ചവർ എന്തായാലും ഈ കഥാപാത്രം പോലാക്കി. ഒത്തിരി സന്തോഷം. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ. താങ്ക് യു.